വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ. അധ്യായം 461. പുസ്തകങ്ങൾ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും തിരുശേഷിപ്പുകൾ. എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തവും അച്ചടിവിദ്യയുടെ വികാസവും മനുഷ്യചരിത്രത്തിലെ പുരോഗതിയുടെ നാഴികക്കല്ലുകളാണ്. വായിച്ചും പഠിച്ചും വിജ്ഞാനം പ്രചരിപ്പിച്ചുമാണ് മനുഷ്യർ സംസ്കാരവും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ചത്. പുസ്തകങ്ങൾ വെറും കടലാസിന്റെയും മഷിയുടെയും ചേരുവയല്ല. അവ ഒരു സമൂഹത്തിന്റെ ചിന്തയും ഭാവനയും സ്വപ്നങ്ങളും അടയാളപ്പെടുത്തുന്ന തിരുശേഷിപ്പുകളാണ്. ഒരു ജനതയുടെ ചിന്തകളും മൂല്യങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും കലയും സാഹിത്യവും എല്ലാം പുസ്തകങ്ങളിലൂടെയാണ് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നത്. പഴയ കവിതകൾ, പുരാണങ്ങൾ, ചരിത്രഗ്രന്ഥങ്ങൾ, ആത്മകഥകൾ ഇവയൊക്കെ നമ്മുടെ സംസ്കാരത്തെ ജീവനോടെ നിലനിർത്താൻ സഹായിക്കുന്ന രേഖകളാണ്. ഡിജിറ്റൽ യുഗത്തിലും റീലുകളുടെ കാലത്തും പുസ്തകങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും അവഗണിക്കാനാവാത്തതായി നിലനിൽക്കും. കാരണം പുസ്തകങ്ങളില്ലെങ്കിൽ നമ്മുടെ ചരിത്രം തന്നെ വിസ്മൃതിയിലാവുകയും മൂല്യങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്തേക്കും. പുസ്തകങ്ങൾ പഴയതും പുതിയതുമായ തലമുറകൾക്കിടയിലെ ഒരു പാലമാണ്. പഴയ തലമുറയുടെ അനുഭവങ്ങളും അറിവും ഇന്നത്തെ യുവതലമുറയിലേക്ക് എത്തിക്കുന്നത് പുസ്തകങ്ങളാണ്. ഭാഷയുടെ സൗന്ദര്യം, ഒരു സമൂഹത്തിന്റെ നന്മ, ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ എല്ലാം പുസ്തകങ്ങളിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവയെ തിരുശേഷിപ്പുകൾ എന്ന് വിളിക്കുന്നത്. തിരുശേഷിപ്പ് എന്നത് വിശുദ്ധവും വിലമതിക്കാനാവാത്തതുമായ ഒരു അവശിഷ്ടം എന്നർത്ഥം. പുസ്തകങ്ങളെ ആദരിക്കുക, വായനയെ പ്രോത്സാഹിപ്പിക്കുക, അറിവിനെ സംരക്ഷിക്കുക, സംസ്കാരത്തെ നിലനിർത്തുക എന്നിവ ഓരോരുത്തരുടെയും സാംസ്കാരിക ബാധ്യതയാണ്. കാരണം ഒരു സമൂഹം മുന്നേറണമെങ്കിൽ അത് തന്റെ വേരുകളെ മറക്കരുത്. പുസ്തകങ്ങൾ വേരുകളാണ്. സംസ്കാരം അതിന്റെ വൃക്ഷവും പാരമ്പര്യം അതിന്റെ ഫലവുമാണ്. വായിക്കുന്ന സമൂഹം മാത്രമേ എല്ലാ അർത്ഥത്തിലും വളരുന്ന സമൂഹമാകൂ. മാനവിക നാഗരികതയുടെ വളർച്ചയിലും നിലനിൽപ്പിലും ലൈബ്രറികൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവയാണ്. ഒരു സമൂഹത്തിന്റെ ബൗദ്ധിക നിലവാരവും സാംസ്കാരിക സമ്പത്തും അളക്കാനുള്ള മാനദണ്ഡമായി പോലും ലൈബ്രറികളെ പരിഗണിക്കാറുണ്ട്. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവ് ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് ലൈബ്രറികളാണ്. ഉദാഹരണത്തിന് ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ പുരാതന ലോകത്തിന്റെ അറിവിന്റെ മഹത്തായ കേന്ദ്രമായിരുന്നു. ശാസ്ത്രം, തത്വചിന്ത, സാഹിത്യം എന്നിവയുടെ അനവധി കൃതികളാണ് അവിടെയുണ്ടായിരുന്നത്. ഇന്നും ലോകമെമ്പാടുമുള്ള ദേശീയ ലൈബ്രറികൾ മനുഷ്യരാശിയുടെ ബൗദ്ധിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നു. ലൈബ്രറികൾ സമ്പന്നനും ദരിദ്രനും ഒരുപോലെ അറിവിലേക്കുള്ള പ്രവേശനം നൽകുന്ന ഇടങ്ങളാണ്. വിദ്യാഭ്യാസം ഒരു അവകാശമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിയ ആശയത്തിന്റെ പ്രായോഗിക രൂപമാണ് പൊതുജന ലൈബ്രറികൾ. ലൈബ്രറികൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിമർശനാത്മക ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുന്നു. വ്യത്യസ്ത ആശയങ്ങൾ, വാദങ്ങൾ, ദർശനങ്ങൾ എല്ലാം ഒരേ കുടക്കീഴിൽ സമാഹരിക്കുന്നതിനാൽ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആരോഗ്യത്തിനാവശ്യമായ വിവരസമ്പത്ത് ലൈബ്രറികൾ ഉറപ്പാക്കുന്നു. പലപ്പോഴും സാഹിത്യ സൃഷ്ടികൾക്ക് പ്രചോദനമായി തീരുന്നത് ലൈബ്രറികളാണ്. ലൈബ്രറി ഒരു പുസ്തകശേഖരം മാത്രമല്ല, അത് സ്വപ്നങ്ങളുടെ വിത്തിടുന്ന വയലാണ്. മാനവിക നാഗരികതയുടെ പുരോഗതിക്ക് അറിവ് അനിവാര്യമാണ്. അറിവിന്റെ തുടർച്ചയ്ക്ക് ലൈബ്രറികൾ ഏറെ സഹായകവും. ഒരു സമൂഹത്തിൽ ലൈബ്രറികൾ സജീവമെങ്കിൽ അവിടെ ചിന്ത സജീവമാണ്. ചിന്ത സജീവമെങ്കിൽ അവിടെ നാഗരികത സജീവമാണ്. പുസ്തകങ്ങൾ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും തിരുശേഷിപ്പുകളാണ്. ലൈബ്രറികൾ ആ തിരുശേഷിപ്പുകളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. പുസ്തകമന എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സൗജന്യ ലൈബ്രറി സ്ഥാപിച്ച് 2026 അൺസങ് ഹീറോസ് വിഭാഗത്തിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച അങ്കേഗൌഡ എന്ന അറിവിന്റെയും സ്നേഹത്തിന്റെയും അഭിവന്ദ്യവീരനായ മനുഷ്യസ്നേഹിയെ പരിചയപ്പെടുത്താനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 2 Minute Take എന്ന സോഷ്യൽ മീഡിയ ചാനലിൽ ഈ ലൈബ്രറിയെക്കുറിച്ച് കേട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ പുസ്തകമനയുടെ വിസ്മയകരമായ ചരിത്ര താളുകളിലൂടെ സഞ്ചരിക്കാനായത്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹരാഹരില്ലി ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അങ്കേഗൌഡ ജനിച്ചത്. ബാല്യത്തിൽ തന്നെ പുസ്തകങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തെ കോളേജ് കാലത്ത് ഒരു പ്രൊഫസർ വായനയിലേക്കും പുസ്തക ശേഖരണത്തിലേക്കും പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കുകയായിരുന്നു. അങ്കേഗൌഡ ഒരു ബസ് കണ്ടക്ടറായിരുന്നു. കുറച്ചുകാലം ഒരു ഷുഗർ ഫാക്ടറിയിൽ ടൈം കീപ്പറായും അദ്ദേഹം ജോലി ചെയ്തു. ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയം തനിക്ക് ചുറ്റിൽ നിന്നും ലഭിക്കുന്ന പുസ്തകങ്ങൾ ശേഖരിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയാണ് അദ്ദേഹം ജനശ്രദ്ധ നേടിയത്. 30 വർഷത്തോളം നീണ്ട നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് അദ്ദേഹം തന്റെ ലൈബ്രറിയെ സമ്പന്നമാക്കിയത്. 1800കളിലെ പത്രങ്ങൾ മുതൽ മൈസൂർ ഭരണകാലത്തെ അപൂർവ കയ്യെഴുത്തുപ്രതികൾ വരെ ഈ ലൈബ്രറിയിലുണ്ട്.
ഒരു സാധാരണ ബസ് കണ്ടക്ടറായിരുന്ന അദ്ദേഹം തന്റെ വരുമാനത്തിൽ നിന്ന് ഏകദേശം 80% പുസ്തകങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചു. അങ്കേ ഗൗഡയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് പുസ്തകമന, അതായത് പുസ്തകങ്ങളുടെ വീട്. ഓരോ പുസ്തകവും ഒരു ജീവിതത്തിലേക്കുള്ള പ്രകാശമാണ്. ആ പ്രകാശം എല്ലാവർക്കും എത്തുന്നിടമാണ് പുസ്തകമന. പുസ്തകങ്ങളെ അത്രമേൽ സ്നേഹിച്ച ഈ മനുഷ്യസ്നേഹി പ്രായം 75 പിന്നിടുമ്പോഴും പുസ്തകങ്ങളുടെ ലോകത്ത് തന്റെ ജീവിതം സാർത്ഥകമാക്കുകയാണ്. പുസ്തകങ്ങൾക്കായി തന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച അദ്ദേഹം ഇപ്പോൾ മുഴുവൻ സമയവും ഈ ലൈബ്രറിയിലാണ് ചിലവഴിക്കുന്നത്. ഈ സൗജന്യ ലൈബ്രറിയിൽ നിലവിൽ 20ഓളം ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളുണ്ടെന്നാണ് കണക്ക്. എഴുത്തുകാരും ഗവേഷകരുമടക്കം നിരവധി പേരാണ് ഈ ലൈബ്രറി പ്രയോജനപ്പെടുത്തുന്നത്. ഭാര്യ വിജയലക്ഷ്മി, മകൻ സാഗർ എന്നിവരുടെ സഹായത്തോടെ 50 വർഷത്തിലധികമായി അദ്ദേഹം ഈ ലൈബ്രറി മാനേജ് ചെയ്യുന്നു. തന്റെ സ്വന്തം ജീവിതം കൊണ്ട് പുസ്തകങ്ങളോടുള്ള സ്നേഹത്തിന് പുതിയ അളവുകോൽ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഏതൊരു പുസ്തകപ്രേമിയെയും ആകർഷിക്കുന്നതാണ്. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് എല്ലാവർക്കും ലഭ്യമാക്കുകയും അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അറിവിന്റെ വാതായനങ്ങൾ തുറന്നു വയ്ക്കുന്നതിലൂടെ ഓരോ മനസ്സും ഉയരുകയും സാംസ്കാരികമായി വളരുകയും ചെയ്യുമെന്നാണ് അങ്കേ ഗൗഡയുടെ ജീവിതം നമ്മോട് പറയുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.